വീടിന്റെ ഒരു ബേസിക് ആർക്കിടെക്ചറൽ ഡിസൈനിന്റെ ബേസിസിലാണ് ഈ വീടിന്റെ സ്ട്രക്ചർ പൊങ്ങിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം കോളംസും ബീംസും ഭിത്തിയും എല്ലാം. നിങ്ങൾക്കിപ്പോൾ ഒരു വാർഡ്രോബ് ഒരിടത്ത് വെക്കണം. ഇപ്പം നമ്മുടെ ഈ ഒരു ഏരിയ ഓക്കെ, ഇവിടെ ഒരു ഷെൽഫ് വരുമെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ തന്നെ നോക്കാം. ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മളിത് ഡിസൈൻ ചെയ്തതനുസരിച്ച് ഇവിടെ ഐറ്റം നമ്പർ 3 എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നുണ്ട്. ഇതൊരു സ്വിച്ചാണ്. ഓക്കെ, ഇത് നമ്മുടെ കയ്യിലുള്ള ഇന്റീരിയർ ഡിസൈൻ അനുസരിച്ച് ഇവിടെ വേറെ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ 3 വന്നിരിക്കുന്നത്. നമ്മളിപ്പോ ഒരു ഇലക്ട്രീഷ്യനിലേക്ക് ഇത് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവർ ഇന്റീരിയർ ഡിസൈനിന്റെ മൂലം വരുന്നതിന്റെ മുന്നേ ഇതാണ് സ്വിച്ചിന്റെ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് നാളെ നമ്മൾ ആലോചിക്കുകയാണ്, അയ്യോ ഇവിടെ ഈ സ്വിച്ച് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ മൊത്തം ഒരു ഷോപ്പ് കബോർഡ് ആക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ TV വെക്കായിരുന്നല്ലോ, ഇവിടെ സ്വിച്ച് ആയി പോയല്ലോ എന്ന് ചിന്തിക്കുന്നതല്ല അതിന്റെ കറക്റ്റ് സീക്വൻസ്. ഇന്റീരിയർ ഡിസൈൻ ചെയ്തതിന്റെ പുറത്തായിരിക്കണം ഇലക്ട്രിക്കൽ ആൻഡ് ഓട്ടോമേഷൻ ഫൈനലൈസ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു വാർഡ്രോബിന്റെ പുറയിൽ ഒരു സ്വിച്ച്, TV യൂണിറ്റിന്റെ പുറയിൽ ഒരു സ്വിച്ച്, അത് അങ്ങനെ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ അതെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകരുത്. അതിന് പകരം ഇത് ആദ്യമേ ആലോചിക്കണം. ഇന്റീരിയർ ഡിസൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇലക്ട്രിക്കലിലേക്ക് വരുള്ളൂ.